ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 86. നമ്മൾ ഉത്തരാതീതത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ഖണ്ഡമാണ് നോക്കുന്നത്. ഇതിലെ ദേവത അഗ്നിയാണ്. അഗ്നി എന്ന് പറയുന്നത് ഊർജമായിട്ട് കാണും. നമുക്ക് ആ മന്ത്രത്തിലേക്ക് പോകാം. സ്തോതാക്കളോട് 228 സ്തോതാക്കളോട് പറയുകയാണ്, നിങ്ങൾ പരമദാതാവും എല്ലാം അറിയുന്നവനുമായ ശോഭ തികഞ്ഞവനാണ്. മഹത്വമേറിയവനായ അഗ്നിക്ക് സ്തോത്രങ്ങൾ ഉച്ചരിക്കുക അല്ലെങ്കിൽ പാടുക. സ്തോത്രം എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, സയൻസ്. വേദത്തിൽ സയൻസാണുള്ളത്. ശാസ്ത്രത്തിൻ്റെ, സയൻസിൻ്റെ, ശാസ്ത്ര തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ അഗ്നിയെ സമീപിക്കുക. എങ്ങനെയുള്ള അഗ്നിയെ? പരമദാതാവാണ്, നമുക്ക് വേണ്ടതെല്ലാം തരും. എല്ലാം അറിയുന്നവനാണ്, സയൻസ് മുഴുവൻ അറിയുന്നവനാണ്. കാരണം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് അഗ്നിയാണ്. അഗ്നിയാണല്ലോ അരിയെ ചോറാക്കി മാറ്റുന്നത്. അപ്പോൾ അഗ്നിക്കറിയാം അരിയെ ചോറാക്കി എങ്ങനെ മാറ്റണമെന്ന്. അപ്പം എല്ലാം അറിയുന്നവൻ അഗ്നി ഊർജം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ശോഭ തികഞ്ഞവനാണ്. അഗ്നിക്കുന്നുണ്ട്, ശോഭയുണ്ട്. മഹത്വമേറിയ അഗ്നിക്ക് ശാസ്ത്രതത്വങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് അഗ്നിയെ സമീപിക്കണം. അതായത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സമീപിക്കണം. അപ്പോൾ അഗ്നി നമ്മളെ സഹായിക്കും. ഇനി 229 ധനവും യശസ്സും തികഞ്ഞവനാണ് അഗ്നി. അഗ്നീൻ്റെ അടുത്ത് ഇഷ്ടംമാതിരി ധനമുണ്ട്. എങ്ങനെ ധനം കിട്ടുന്നത്? നമ്മൾ അരി കൊടുത്താൽ ചോറാക്കി തരും. ചോറ് വിറ്റ് കഴിഞ്ഞാൽ അരിയെക്കാട്ടിയും വില കിട്ടും. 10 റുപ്യേൻ്റെ അരിയാണെങ്കിൽ ചോറാക്കുമ്പോൾ ചിലപ്പോൾ 20-30 റുപ്യ കിട്ടും. അഗ്നി അതിനെ വിലയുള്ള ചോറാക്കി ധനം നേടിത്തരികയാണ്. അപ്പം അത് യജ്ഞകർത്താവിന് കീർത്തിയേറുന്ന അന്നം നൽകി അനുഗ്രഹിക്കുന്നു. നമുക്ക് അന്നമാക്കി തരുന്നു, അന്നം നൽകി അനുഗ്രഹിക്കുന്നു. അതിലൂടെ നമുക്ക് കീർത്തിയും തേജസ്സും ലഭിക്കട്ടെ. നമ്മൾ അഗ്നി ഉപയോഗിച്ചിട്ടാണ് പലതരം പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാക്കുന്നത്. അതിലൂടെ നമ്മളെ കീർത്തി ഉയരുന്നു, നമ്മുടെ തേജസ് വർദ്ധിക്കുന്നു. ഇനി 230 ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നവനായ അഗ്നി. അഗ്നി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കും. നല്ല ചൂടുവെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോൾ അഗ്നിയോട് പറഞ്ഞാൽ മതി, വെള്ളത്തെ ചൂടാക്കി തരും. നമുക്ക് പായസം കുടിക്കണമെന്ന് തോന്നിയാൽ അഗ്നിയോട് പറഞ്ഞാൽ മതി. ശാസ്ത്രത്തിൻ്റെ പാചകക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നിയോട് പറഞ്ഞാൽ നമ്മൾ വേണ്ട സാധനങ്ങളെല്ലാം ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് പായസാക്കിയിട്ട് തരും. പോരാട്ടത്തിൽ വിജയം നേടുന്നവനും ശത്രുക്കളെ ഓടിക്കുന്നവനും. എന്താണ് ശത്രുക്കൾ? നമ്മുടെ തടസ്സങ്ങൾ. നമുക്ക് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളെ അത് നീക്കിത്തരും. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒരു എതിർപ്പുണ്ട്. ആ എതിർപ്പിനെ മറികടന്നിട്ടേ നമുക്ക് നമ്മുടെ സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരിയെ ചോറാക്കുമ്പോൾ അരി എതിർക്കും. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോവും ഫസ്റ്റ് ലോവും, സത്വഗുണം രജോ ഗുണം. അപ്പോൾ രജോ ഗുണം ഉപയോഗിച്ച്, അതായത് അഗ്നിയുടെ സഹായത്താൽ ആ എതിർപ്പിനെ മറികടന്നിട്ട് നമ്മൾ പുതിയ വസ്തുവായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. ആ തടസ്സങ്ങളെയാണ് ശത്രുക്കളായിട്ട് കാണുന്നത്. എല്ലാ മൃഗങ്ങളെയാണ് ശത്രുക്കളായിട്ട് കാണുന്നതെങ്കിൽ പല മൃഗങ്ങൾ ഓടി വരുമ്പോൾ തീയെടുത്ത് കാണിച്ചു കൊടുത്താൽ മതി, അത് തിരിച്ചു പോയിക്കോളും. വേറെ രാജ്യത്തുള്ള ശത്രുക്കൾ വരികയാണെങ്കിൽ ഒരു ബോംബ് ഇട്ട് കൊടുത്താൽ അതെല്ലാം എന്ത് തന്നെയാണ്? അഗ്നി തന്നെയാണ്. അത് ഹരി എന്ന പച്ച നിറത്തിലുള്ള അശ്വത്തെ കൂട്ടിയ രഥത്തിലേറി വരുന്ന ഇന്ദ്രനോട് പറയുകയാണ്, അങ്ങേ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ഇന്ദ്രനോട് പറയുകയാണ്, അഗ്നി ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഞങ്ങളുടെ യജ്ഞങ്ങളെല്ലാം പൂർത്തീകരിച്ച് തരുക. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഏത് യജ്ഞങ്ങളെയും പൂർത്തീകരിക്കുന്ന, അത് പച്ച നിറത്തിലുള്ള അശ്വങ്ങളെ പൂട്ടിയ കുതിരകളെ. അശ്വം എന്ന് പറഞ്ഞാൽ എനർജി. പച്ച നിറത്തിലുള്ള എനർജി എന്ന് പറയുന്നത് ചെടികളിലുള്ളതാണ്. ചെടികളിലെ ക്ലോറോഫിൽ. ആ ക്ലോറോഫിലാണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ഭക്ഷണത്തെ
ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നത്. അതിൽ ഇലക്ട്രോണുകളുണ്ട്, അതിലുള്ള ഊർജം, അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണുകളാണ് ആ ഊർജം, അശ്വങ്ങളെ, ബലങ്ങളെ പുറത്തേക്ക് നൽകുന്നത്. ഇതെല്ലാം മുമ്പ് പലപ്പോഴും പറഞ്ഞതാണ്. ഇനി 231 ഇവിടെ ഇന്ദ്രനോട് പറയുകയാണ്. അഗ്നി എപ്പോഴും അഗ്നി സഹായിക്കുമ്പോൾ ഇന്ദ്രൻ അതിൻ്റെ കൂടെ ഉണ്ട്, ഒരു മേസ്ത്രിയായിട്ട്. ഇന്ദ്രനാണ് അതിനെ ഏകോപിപ്പിക്കുന്നത്. ഇന്ദ്രനോട് പറയാണ്, ഏറ്റവും ശക്തിയും മുഖ്യനും പ്രഭുവുമായ അങ്ങ്. അപ്പോൾ ഇന്ദ്രനാരായണെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ ഏത് യജ്ഞങ്ങൾ ചെയ്യുമ്പോഴും അവിടെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമുണ്ട്. അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ടാവും, അതിനെ ഏകോപിപ്പിക്കുന്ന. അപ്പം ഇന്ദ്രനും ആ ശക്തി വിശേഷം അഗ്നിയുടെ സഹായത്താലാണ് എന്തിനേയും പുതുതായിട്ട് മാറ്റുക. അപ്പോൾ അരിയിൽ പൊട്ടിച്ചിട്ടെല്ലാം അതിൻ്റെ അകത്തുള്ള ആറ്റോമിക് സ്ട്രക്ചറിൽ പൊട്ടിച്ചിട്ട് ഘടനയിൽ മാറ്റം വരുത്തിയിട്ടാണ് പദമാക്കി തീർക്കുന്നത്. ആ ഒരു നേതൃത്വം കൊടുക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. ആ കൊടുക്കുന്ന ഊർജം ഏതിൻ്റെ സഹായത്താൽ? അഗ്നിയുടെ സഹായത്താൽ. ഇവിടെ ഇന്ദ്രനോട് പറയുകയാണ്, നീ ഏറ്റവും ശക്തിമാനാണ്, നീയാണ് മുഖ്യൻ. ഏത് യജ്ഞത്തിൽ ഏറ്റവും പ്രധാനം അഗ്നിയാണ്. ഊർജമില്ലാതെ ഒരു പരിപാടിയും നടക്കില്ല. നമ്മളെ കൈ ചലിപ്പിക്കണ്ടെങ്കിലും ഊർജം, ശക്തി വേണം. പ്രഭു, അതുകൊണ്ട് പ്രഭുവിന് സമാനമാണ് ഇന്ദ്രൻ, ആ ശക്തി വിശേഷം. അങ്ങ് സൂര്യൻ മുതലായ ജ്യോതിസ്സുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രകാശമാക്കിയിട്ടുണ്ട്. സൂര്യനിൽ നിന്നും പ്രകാശവും ഊർജ്ജവും പുറത്തേക്ക് വരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അവിടെ ഒരു രാസപ്രവർത്തനം, ഒരു ആറ്റോമിക് റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുത്ത് ഏകോപിപ്പിക്കുന്നതും ഇന്ദ്രൻ തന്നെയാണ്. അപ്പം സൂര്യനെ പ്രകാശിപ്പിക്കുന്നതും ആര് തന്നെയാണ്? ഇന്ദ്രൻ തന്നെയാണ്. അതുകൊണ്ട് മതം നിറച്ച്, സന്തോഷം നിറച്ച്, മതം ഉൾക്കൊണ്ടുകൊണ്ട് വിശേഷ ശോഭ പ്രകാശിപ്പിക്കുന്നു. ആര്? ഇന്ദ്രൻ നമുക്ക് വേണ്ടിയിട്ട്. ഇത് അഗ്നിയുടെ മന്ത്രമാണെങ്കിലും സൂക്തമാണെങ്കിലും ഇന്ദ്രനെ പറ്റിയാണ് ഇവിടെ കുറച്ചധികം പറയുന്നത്. ഇനി 232 ഇന്ദ്രൻ്റെ പ്രസിദ്ധമായ ശക്തിവിശേഷത്തെ, അതായത് പഴയ കാലത്തെ പോലെ തന്നെ ഇപ്പോഴത്തെ അജ്ഞാതാക്കൾ പ്രശംസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. പണ്ടുള്ള യോഗികൾ, മനുഷ്യർ, ആദിമ മനുഷ്യർ, അവരും അഗ്നിയെ ആശ്രയിച്ച് തന്നെയാണ് പല കാര്യങ്ങളും ചെയ്തിരുന്നത്. അവർക്ക് ചൂട് കായണ്ടെങ്കിൽ അഗ്നിയിടും, മൃഗങ്ങളടുത്ത് വരാതിരിക്കാണ്ടെങ്കിൽ മുമ്പിൽ തീ കുട്ടിയിടും. അപ്പം പണ്ട് കാലത്തും അഗ്നി നമ്മുടെ പൂർവികരെ സേവിച്ചിരുന്നു. അവർ അതിനെ പ്രശംസിച്ചിരുന്നു. അഗ്നിയെ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് എന്തുകൊണ്ട് കഴിവുണ്ട്? കാട്ടുമൃഗങ്ങളെല്ലാം ഓടിക്കാനുള്ള കഴിവുണ്ട്. ഇന്ന് നമ്മൾ അതേ അഗ്നിയെ പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ഇന്ന് നമ്മൾ അഗ്നി ഉപയോഗിച്ച് പലതരത്തിൽ, വേറെ തരത്തിലെല്ലാം ഉപയോഗിക്കുകയാണ്. കാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. കാട്ടുകളിൽ മൃഗങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പുകയിടും. ഇന്നും അത് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അപ്പം അവിടെയെല്ലാം എന്താണ് സംഭവിക്കുന്നത്? പുകയിടുമ്പോഴും അവിടെ കത്തിക്കുകയാണെങ്കിലും എല്ലാം അതിൻ്റെ പിന്നിലുള്ളത് അഗ്നിയാണെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു രാസപ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇന്ദ്രനുണ്ട്. അപ്പം അവിടെ അഗ്നിയോടും പറയുകയാണ്, ഇന്ദ്രനോടും പറയുകയാണ്, പണ്ട് കാലത്ത് മുതലേ നീ അവരെയെല്ലാം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അഗ്നി എന്ന് വായിൽ വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മന്ത്രത്തിലെ ദേവത അഗ്നി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇന്ദ്രനെ പറ്റിയാണ് പറയുന്നത്. അഗ്നി ഉപയോഗിച്ച് ഇന്ദ്രനാണ് ചെയ്യുന്നത്. അപ്പം പണ്ട് കാലത്തുള്ളവരും ഇന്ദ്രൻ്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നു. എന്നിട്ട് അല്ലയോ ഇന്ദ്ര എന്ന് പറയാണ്, അങ്ങ് മേഘത്തെ കൂട്ടിച്ചേർത്തിട്ട് ജലത്തെ ചേർത്ത് നിർത്തിയാൽ, അപ്പം ഇന്ദ്രനാണ് മഴ പെയ്യിക്കുന്നത്. അവിടെയും ഒരു രാസപ്രവർത്തനമാണ്. 2 തരം മേഘങ്ങളാണ് ചാർത്തുള്ളത്. അവയെ കൂട്ടിച്ചേർത്തിട്ടാണ് സമയത്തുമ്പോൾ ഇന്ദ്രൻ. അപ്പോൾ അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നത്. ചാർത്തുള്ള മേഘങ്ങൾ കൂടിച്ചേരുന്നുണ്ട്. ആ യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് ഇന്ദ്രനാണ്. അപ്പോൾ ഇന്ദ്രനോട് പറയുകയാണ്, നീ ജലത്തെ വർഷിച്ചാലും ഏത് പോലെ പണ്ട് കാലത്ത് ചെയ്ത പോലെ തന്നെ ഇപ്പോൾ നീ മേഘങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് വർഷിച്ചാലും. അതുകൊണ്ട് പണ്ടുള്ളവരും ഇന്നുള്ളവരും എല്ലാം നിന്റെ ശക്തിവിശേഷത്തെ മനസ്സിലാക്കിയിട്ട് പ്രശംസിക്കുകയാണ്. ഇനി 233
ഞങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? അങ്ങയ്ക്ക് വേണ്ടി ഹവിസ് അർപ്പിച്ച് ആരാധന ചെയ്യുന്നു. എന്നിട്ട് ആ ഋഷിയും പറയുകയാണ്, തിരശ്ചി എന്ന ഋഷി പറയുകയാണ്, ഞാനും അങ്ങേക്ക് ഹവിസ് അർപ്പിച്ചിട്ട് ആഹ്വാനം ചെയ്യുന്നു, അത് കേട്ടാൽ. അപ്പം ഇവിടെ ഇത് എഴുതിയ ഋഷി തിരശ്ചിയാണ്. അപ്പം അവർ പറയാണ്, എൻ്റെ ആഹ്വാനങ്ങൾ, തിരശ്ചി എന്ന ഋഷിയായ എൻ്റെ ആഹ്വാനങ്ങൾ അങ്ങ് കേട്ടാലും. ഇന്ദ്രനോട് പറയുകയാണ്, ഞാൻ നിനക്ക് ഹവിസ് അർപ്പിക്കുന്നു. നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾക്കാണ് ഹവിസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ചോറുണ്ടാക്കിൽ അഗ്നിക്ക് അല്ലെങ്കിൽ ഇന്ദ്രന് നമ്മൾ കൊടുക്കുന്നത് അരിയും വെള്ളമാണ്. അത് ആർക്കാണ് കൊടുക്കുന്നത്? ഇന്ദ്രനാണ് കൊടുക്കുന്നത്. ഒരു വീട് വെക്കണ്ടിക്കൽ സാധനങ്ങൾ ആർക്കാണ് കൊടുക്കുക? അത് ഏകോപിപ്പിക്കുന്ന മേസ്ത്രിക്കാണ് കൊടുക്കുക. മേസ്ത്രി നമുക്ക് വീട് തരും, അത് ഈ കൊടുക്കുന്ന സാധനം മേസ്ത്രി എടുക്കും. അതുപോലെ ഇന്ദ്രന് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന വസ്തുക്കൾക്കാണ് ഹവിസ് എന്ന് പറയുന്നത്. നമ്മൾ ഹവിസ് അർപ്പിക്കുന്നു. തിരശ്ചി പറയുകയാണ്, ഋഷി തിരശ്ചി പറയുകയാണ്, എൻ്റെ ആഹ്വാനത്തെ ഏത് പ്രകാരമാണ് ഞാൻ കൊടുക്കുന്നത്? ആഹ്വാനം ശാസ്ത്രവിധി പ്രകാരമുള്ള സയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങളാണ് ഇന്ദ്രനോട് ചെയ്യാൻ പറയുന്നത്. അതിനുള്ള വസ്തുക്കളാണ് കൊടുക്കുന്നത്. ചോറുണ്ടാക്കണ്ടെങ്കിൽ അരിയും വെള്ളവും തന്നെ കൊടുക്കണം. അതാണ് സയൻസ്. അല്ലാതെ അരിയും മണ്ണെണ്ണയും കൊടുത്തു കഴിഞ്ഞാൽ ചോറാവില്ല. എന്നിട്ട് പറയുകയാണ്, ഈ ഋഷി പറയുകയാണ്, ഞങ്ങളിൽ മഹത്വം നിറഞ്ഞ പുത്രനെയും അകിടു പറ്റാത്ത പശുക്കളെയും നൽകി അനുഗ്രഹിക്കുക. പുത്രന്മാരെ നൽകുന്നത് ആരാണ്? ഇന്ദ്രൻ തന്നെയാണ്. എന്തുകൊണ്ട്? അവിടെ അണ്ഡവും ബീജവും തമ്മിൽ കൂടിച്ചേരുന്നുണ്ട്. ബീജം എത്രയോ ഉണ്ട്, അതിൽ നിന്നും ഇന്ദ്രനാണ് യോജിച്ചതിനെ സെലക്ട് ചെയ്തിട്ട് അണ്ഡവുമായിട്ട് കൂടിച്ചേരുവാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയയെ ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രനാണ്. അപ്പം ഇന്ദ്രൻ വിചാരിച്ചാലേ കുട്ടികൾ ഉണ്ടാവുകയുള്ളൂ. വേണ്ടാന്ന് വെച്ചാൽ കുട്ടികളാവില്ല. അത് ഇന്ദ്രൻ വേണം, വേണ്ടതിനെ എടുത്തിട്ട് യഥാസമയം സമയത്തുമ്പോൾ അതിനെ യോജിപ്പിച്ച് കുട്ടികളാക്കി മാറ്റുക. അതുകൊണ്ട് അതേമാതിരി പശുക്കളയിൽ അകിട് പറ്റാത്ത പശുക്കൾ, അപ്പം പശുക്കളും പ്രസവിക്കണം. അതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഭയങ്കര ജോലിയാണ് ഇന്ദ്രന്, ഏകോപിപ്പിക്കുന്ന ശക്തിക്ക്. അപ്പോൾ മഹത്വം തിരഞ്ഞ പുത്രനെയും അകിട് പറ്റാത്ത പശുക്കളെയും ധനത്തെയെല്ലാം നൽകി അനുഗ്രഹിക്കുക. എങ്ങനെ ധനം കിട്ടുക? നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അതിനെ പൂർത്തീകരിച്ചു തരും. അതിനെ വിറ്റ് നമുക്ക് ധനമാക്കാം. അങ്ങ് മഹത്വമേറിയവനാണ്, വളരെ പ്രമുഖനുമാണ്. എല്ലാവരെക്കാട്ടിയും പ്രമുഖനാണ്, ദേവകളിൽ പ്രധാനമാണ് ഇന്ദ്രൻ. അങ്ങ് മഹത്വമേറിയവനുമാണ്. ഇനി 234. ഏറെ നവീനനാണ് നീ. കാരണം പണ്ട് കാലത്ത് ഇന്ദ്രൻ ചെയ്തിരിക്കുന്ന എന്തെല്ലാം ചുട്ട് നിന്നാനാണ് സഹായിക്കുക. കാരണം അന്നുള്ളവർക്ക് അത്ര വിവരമേ ഉള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യും? മാംസമെല്ലാം എടുത്തിട്ട് തീയിലിട്ടിട്ട് വേവിച്ചു കൊടുക്കും. വേവിക്കാൻ വേണ്ടി തീയിലിടും. അപ്പോൾ ഇന്ദ്രൻ അതിനെ ചുട്ട് കരിച്ച് കൊടുക്കും. ഇന്നത്തെ കാലത്താണ് അങ്ങനെയല്ല. മറ്റേ ഇന്ന് കണ്ടിട്ടില്ലേ, പലതരത്തിലുള്ള ചിക്കനെല്ലാം വേറെ തരത്തിലല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ടെക്നോളജി മാറി. അപ്പോൾ ഇന്ദ്രനും നല്ല ബുദ്ധി വന്നു. ഇന്ദ്രനും ടെക്നോളജി ഉപയോഗിച്ചിട്ട് ആധുനിക കാലഘട്ടത്തിൽ ഇന്ദ്രനും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ തരം വസ്തുക്കളെല്ലാം ഉണ്ടാക്കുക. അടുപ്പിച്ചുവിടുന്നതിന് പകരം ഇപ്പോൾ അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതിൽ വെച്ചിട്ടാണ് ഇന്ദ്രൻ പ്രിപ്പയർ ചെയ്യുക. അവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അവൻ നവീനനാണ്. കാലം മാറുന്നതനുസരിച്ച് ഇന്ദ്രൻ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെ പുതിയ വസ്തുക്കളാക്കുന്നത് പുതിയ പുതിയ തത്വങ്ങളനുസരിച്ചായിരിക്കും. അപ്പം നവീനനും സന്തോഷം നൽകുന്നവനാണ്. നമ്മൾ ആഗ്രഹങ്ങളെല്ലാം അത് സാധിപ്പിച്ചു തരും. എന്ത് കർമ്മം ചെയ്താലും സയൻസിലൂടെ ചെയ്യണമെന്നേ ഉള്ളൂ, അത് സാധിപ്പിച്ചു തരും. നിത്യനും എല്ലാ കാലത്തും ഉണ്ട്. പണ്ട് കാലത്ത് മുതൽ ഇനിയുള്ള കാലത്തുമല്ല എല്ലാവരെയും സഹായിക്കുന്നത് ഇന്ദ്രൻ തന്നെയാണ്. ഇന്ദ്രനോട് പറയുകയാണ്, നമുക്ക് നല്ല ബുദ്ധി നൽകുവാൻ, എന്നിട്ട് അനുഗ്രഹിക്കുക. ബുദ്ധി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മനസ്സിലും ഒരു രാസപ്രവർത്തനത്തിലെല്ലാം തലച്ചോറിലുള്ള ഒരു രാസപ്രവർത്തനത്തിൽ നടന്നിട്ടാണ് ചിന്തകളെല്ലാം ഉണ്ടാകുന്നത്. അത് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. അവിടെ എല്ലാം അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. നമ്മൾക്ക് ബുദ്ധി ഉണ്ടാക്കുന്നത് പോലെ ഇന്ദ്രനാണ്. അങ്ങനെ ബുദ്ധി നൽകി അനുഗ്രഹിക്കുക.
ഇന്ദ്രിയങ്ങൾക്കപ്പുറമുള്ളതും നമുക്ക് കാണുവാൻ കഴിയട്ടെ. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്, ഇന്ദ്രിയങ്ങളാണല്ലോ എല്ലാത്തിനും ഏകോപിപ്പിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു നമ്മളെ ശരീരത്തിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണ്ടെങ്കിൽ നമ്മളെ കൈകൾ സഹായിക്കും. അപ്പം കൈയും ഇന്ദ്രനായിട്ട് എടുക്കാം. കൈയാണ് കുഴച്ചെല്ലാം കൊടുക്കുന്നത്. ആ കുഴച്ച് കൊടുത്ത് അതിൻ്റെ അകത്ത് നടക്കുന്ന മാറ്റങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഇന്ദ്രനാണ്. അപ്പം കൈയിനെയും നമുക്ക് എന്തായിട്ട് എടുക്കാം? ഇന്ദ്രനായിട്ട് എടുക്കാം. അതേപോലെ എല്ലാ ഇന്ദ്രിയങ്ങളും, പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണെന്ന് കാണുന്നത്, കേൾക്കുന്നത് എല്ലാം, അതിൻ്റെ അപ്പുറമുള്ളത് കാണാനുള്ള കഴിവ് നമുക്ക് നൽകട്ടെ എന്ന് പറഞ്ഞാൽ നേരത്തെ ബുദ്ധി നൽകാനാണ് പറഞ്ഞത്. അപ്പം ബുദ്ധി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കാണാനും കേൾക്കാനും പറ്റാത്ത സംഗതികൾ പോലും ബുദ്ധി ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇനി 235. അങ്ങ് ജഗത്തിൻ്റെ നാഥനാണ്. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ജഗത്തിൻ്റെ, പ്രപഞ്ചം ഉണ്ടാക്കുന്നതിൻ്റെ ആ കർമ്മം പോയിട്ട് ഇന്ദ്രനാണ് അതിനെല്ലാം ഏകോപിപ്പിച്ചിട്ട് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ നാഥനാണ്. അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സ്തുതികൾ അർപ്പിക്കുന്നു. സ്തുതികൾ എന്നാൽ വേദമന്ത്രങ്ങൾ, നമ്മൾ സയൻസ് അർപ്പിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ദ്രനെ സമീപിക്കുന്നത്, യജ്ഞം ചെയ്യുക. ശത്രുക്കളെ നശിപ്പിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന തടസ്സങ്ങളെ അങ്ങ് ദൂരീകരിക്കും. അതായത് ശത്രുക്കളെ നശിപ്പിക്കും. അങ്ങനെയുള്ള എല്ലാം കാണുവാനും കേൾക്കുവാനും നമ്മളെ സഹായിക്കുവാനും കഴിവുള്ള ഇന്ദ്രന് മുമ്പിൽ നമ്മൾ പ്രണാമമർപ്പിക്കുന്നു. അങ്ങേ നമ്മൾ പ്രണമിക്കുന്നു. എന്തുകൊണ്ട്? നമ്മുടെ എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും അവിടെ നടക്കുന്ന യജ്ഞങ്ങളിൽ അവയെ പൂർത്തീകരിക്കുന്നതിന്, അതിനെ ഏകോപിപ്പിക്കുന്നതിന്, അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സൂപ്പർവൈസർ എന്ന നിലയിൽ ആ യജ്ഞത്തെ പൂർത്തീകരിക്കുന്ന ശക്തിവിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളെ എല്ലാ യജ്ഞങ്ങളും പൂർത്തിയാകുന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ്റെ സഹായത്താലാണ്. അതുകൊണ്ട് ആ ഇന്ദ്രനെ നമ്മൾ പ്രണമിക്കുന്നു.